കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഫണ്ട് കൊണ്ട് മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ വികസനം വന്നതെന്ന് കാരപ്പറമ്പ് ഡിവിഷൻ ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കിയ പാർട്ടി ബി.ജെ.പി. മാത്രമാണെന്നും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ കൂടിയായ നവ്യ ഹരിദാസ് 24 പറഞ്ഞു. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് കോർപ്പറേഷൻ കാരപ്പറമ്പ് ഡിവിഷൻ ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഔദ്യോഗികമായി ഇന്ന് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. നവ്യ ഇപ്പോൾ എനിക്കിപ്പം ചേരുന്നുണ്ട്. നവ്യ, എങ്ങനെയാണ് ഇതിപ്പം കഴിഞ്ഞ തവണ 7 സീറ്റാണ് കിട്ടിയത്, മാത്രമല്ല 22 ഇടങ്ങളിൽ ബി.ജെ.പി. രണ്ടാമത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ്? കഴിഞ്ഞ തവണ 7 കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുക്കുവാനും 22 സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുവാനും പല സ്ഥലങ്ങളിൽ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത്തവണ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇലക്ഷൻ വർക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തെല്ലാം ഇവിടെ പ്രചാരണ ആയുധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് നവ്യയ്ക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. കോർപ്പറേഷനിൽ ഒരുപാട് ശബ്ദമുയർത്തിയ ആൾ കൂടിയാണ് ബി.ജെ.പിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ പ്രധാനമായിട്ടും ഉയർത്തുന്നത് വികസനം തന്നെയാണ്. ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വികസനം കോഴിക്കോട് കോർപ്പറേഷൻ എടുത്തു നോക്കുമ്പോഴും ഈ കോർപ്പറേഷനകത്ത് വികസനം വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ മാത്രമാണ്. തീർച്ചയായിട്ടും തുടർന്ന് ലാപ്സായി പോയിട്ടുള്ള പല പദ്ധതികളുമുണ്ട്. LDFിൻ്റെയും UDFിൻ്റെയും കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നഷ്ടമായിട്ടുള്ള ആവിക്കൽ തോടിലെ STP പ്ലാന്റ് തുടങ്ങി മറ്റ് പല നൂതനമായിട്ടുള്ള ആശയങ്ങളും, പാർക്കുകൾ, പാർക്കിംഗ് പ്ലാസകൾ തുടങ്ങിയിട്ടുള്ള ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ മുൻഗണന കൊടുക്കാൻ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. വനിതാ സ്ഥാനാർത്ഥിയാണ്, എത്രത്തോളം വനിതകളുടെ കാര്യത്തിൽ ഊന്നൽ നൽകും? വനിതാ സ്ഥാനാർത്ഥികൾ 50% വനിതകളാണ്. മറ്റ് ജനറൽ സീറ്റുകളിലും ചിലയിടങ്ങളിൽ വനിതകൾ മത്സരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വനിതാ സ്ഥാനാർത്ഥികൾ കൗൺസിലർമാരായിട്ടുണ്ടെങ്കിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ ധനകാര്യ മന്ത്രി തന്നെ ഇത്രത്തോളം തവണ ബജറ്റ് അവതരിപ്പിച്ച മറ്റൊരു മന്ത്രിയില്ല. അപ്പം തീർച്ചയായിട്ടും സ്ത്രീകളുടെ കയ്യിൽ ഭരണം സുരക്ഷിതമാകുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് അതെല്ലാം തന്നെ. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ കൂടിയാണ്. ആ ഒരു പദവിയിൽ വെച്ചിട്ട് കേരളത്തെ മൊത്തം അവലോകനം ചെയ്യുമ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം ബി.ജെ.പി. തവണ നൽകിയിട്ടുണ്ട്? തീർച്ചയായിട്ടും വളരെ ഏറെ പ്രാതിനിധ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷന്മാരായിട്ട് സ്ത്രീകൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു പാർട്ടിക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു നേട്ടമാണ്. ജില്ലാ അധ്യക്ഷന്മാരായിട്ടും മണ്ഡലം അധ്യക്ഷന്മാരും ബൂത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ആളുകൾ ഒരു ജില്ല തന്നെ ഒരു വനിതയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ഉദാത്തമായിട്ടുള്ള മാതൃക തന്നെയാണ് ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ മണ്ഡലത്തിനെ പറ്റി പറയാൻ വെച്ചാൽ എല്ലാവരെയും അറിയുന്നതാണ്. അപ്പം ഒന്നുകൂടി അവരിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് അവരോട് ആവശ്യപ്പെടുന്നത്? വളരെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് അഭ്യർത്ഥിക്കേണ്ട, വോട്ട് തന്നോളാം എന്നുള്ള രീതിയിലാണ് പ്രതികരണവും ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും വികസനം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ നവ്യ ഹരിദാസ് മുന്നോട്ട് വെക്കുന്നത്. അഭിത്ത് കല്ലായിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.